ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ദൈവമായ കർത്താവ് ഒരുക്കുന്ന എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവ് ദാസന്മാർ നമ്മുടെ മധ്യമുണ്ടല്ലോ. പെട്ടെന്ന് ചില ചിന്തകൾ ഓർപ്പിച്ചിട്ട് ദൈവസന്നിധിയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. 86-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയെന്ന് നമുക്ക് കാണുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ സാറ്റർഡേയിൽ ചെയിൻ പ്രയറായിട്ട് കടന്നു വരുവാനിടയായി തീർന്നു. എത്ര പേര് പ്രാർത്ഥിച്ചു. നമ്മുടെ സഭയിൽ ഇത്രയും വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അല്പസമയം ദൈവസന്നിധിയിൽ മാറ്റിവെച്ച് പ്രാർത്ഥിക്കും. നമുക്ക് നമ്മുടെ കുടുംബത്തിനും സഭയ്ക്കും ദേശത്തിനും അനുഗ്രഹത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ഒഴിവൊഴി പറഞ്ഞ് പോകാതെ അല്പസമയം അരമണിക്കൂറെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് അവനോട് സംസാരിക്കുവാനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്ന വിഷയം ഓർമ്മയുണ്ടോ? എന്താണെന്ന്? പരീക്ഷകൾ കടന്നു വരുമ്പോൾ എങ്ങനെ നമുക്കതിനെ ജയിക്കുവാനിടയായിത്തീരും. യേശു പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. ഒന്നാമത് പ്രാർത്ഥന മുഖാന്തരം. രണ്ടാമത് ചിന്തിച്ചത് വചനം മുഖാന്തരം നമുക്ക് ജയിക്കുവാനിടയായി. യേശു വചന മുഖാന്തരം സാത്താനെ ജയിക്കുവാനിടയായി തീർന്നു. പലവിധമാകുന്ന തന്ത്രങ്ങളുമായി യേശു 40 ദിവസം ഉപവസിച്ചിട്ട് ഹല്ലേലൂയ കടന്നു വന്നപ്പോൾ പിശാച് പാമ്പെന്ന രൂപത്തിൽ കടന്നു വന്നിട്ട് എന്തെന്നറിയാമോ? പല ചോദ്യങ്ങൾ ചോദിച്ചു. ദൈവത്തിനെങ്കിൽ മേളിൽ നിന്ന് താഴോട്ട് ചാടുക. യേശുവോടെ ജയിച്ചെങ്ങനെയാണ്? വചനൻ മുഖാന്തരം. ഹല്ലേലൂയ. അടുത്ത ജയിക്കുവാൻ സാധിക്കുന്നത് ഉപവാസവും മുഖാന്തരം. യേശു 40 ദിവസം ഉപവസിച്ച് നമുക്ക് മാതൃക കാണിപ്പാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ നമുക്ക് ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ്. അതുപോലെ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് 17 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. എങ്ങനെ അറിയാമോ? കഷ്ടതയിൽ ഭക്തൻ്റെ ഒരു പ്രാർത്ഥന. പലവിധത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് അനുഗ്രഹങ്ങൾ നന്മകൾ ലഭിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് താങ്ക്സ് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കഷ്ടതയും പ്രയാസവും വേദനയും കടന്നു വരുമ്പോൾ നെടുവീർപ്പിൻ്റെ പ്രയാസത്തിൻ്റെ നൊമ്പരത്തിൻ്റെ പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പൊങ്ങി വരാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സാധാരണ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ച് കിടക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ കഷ്ടതയെ കടന്നു വന്നപ്പോൾ ദൈവസന്നിധിയിലൂടെ അടുത്ത് വന്നിട്ട് ദാവീദ് പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് രാജാവാണെങ്കിലും സിംഹാസനത്തിൽ ഇരുന്നാലും തന്നെ ദൈവത്തിന് മുൻപായി കടന്നു വരുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തന്നെ എന്താണ്? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. യഹോവേ, എനിക്ക് ചെവി ചായ്ക്കണമേ. ഹല്ലേലൂയ. എനിക്ക് ഉത്തരമല്ലണമേ. താൻ തന്നെ സമർപ്പിച്ച് പറയുകയാണ്, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. ഞായറാഴ്ച കടന്നു ദൈവമക്കളോട് ഓർപ്പിക്കുവാനുള്ളത് നമ്മുടെ സ്ഥാനങ്ങളോ മാനങ്ങളോ അല്ല. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സറണ്ടർ ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുവാനിടയായി. ഇല്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥന ചേമ്പലയിൽ വെള്ളം ഒഴിക്കുന്ന പോലെയേ ഉള്ളൂ. അതിനകത്തൊന്നും പറ്റത്തില്ല. അത് ഒഴുകി പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു പ്രാർത്ഥനയോ സ്തോത്രമോ ചെയ്തുള്ളെങ്കിലും ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, ആ ദൈവം മുഖം മറച്ച് കളയത്തില്ല. നമുക്ക് ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുവാനിടയായിത്തീരും. അനേക പ്രാർത്ഥനകൾ ഭൂമിയിൽ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നോട് ജോലി ചെയ്യുന്ന ഒരു ഹല്ലേലൂയ പുള്ളിക്കാരോട് ചോദിക്കാൻ ചെയ്തു, അല്ലെ എങ്ങനെയാണ്, ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അവർ പറയുന്നത് അമ്മയോടും സ്ലീഹന്മാരോടൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പോപ്പ് പോലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആരോട് പ്രാർത്ഥിക്കണം? യേശുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാം. പോപ്പിന് അത്രയും ഹല്ലേലൂയ ആ വിവരം വരുവാനിടയായി തീർന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കൂടുതൽ വരുവാനിടയായി തീർന്ന യേശുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, യേശു മാത്രമേ ഉള്ളൂ. ആ വ്യക്തി മാത്രമേ നമുക്ക് ഉത്തരമല്ലത്തുള്ളൂ. ഇവിടെ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എനിക്ക് ചെവി ചായ്ച്ചു തരണമേ. എൻ്റെ പ്രാർത്ഥന ആരോടെങ്കിലും ഹല്ലേലൂയ ഒരു രഹസ്യം പറയുമ്പോൾ ആ വ്യക്തി എന്നറിയാമോ? ചെവി ചായ്ച്ച് അടുത്ത് വന്ന് കേൾക്കുവാനും ഹല്ലേലൂയ ആകാംക്ഷയോടെ ഇരിക്കുന്നത് പോലെ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും കേൾക്കുവാൻ ദൈവം എന്നറിയാമോ? ചെവി ചായ്ച്ചിരിക്കും. തൻ്റെ മക്കൾ ദൈവസന്നിധിയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഹല്ലേലൂയ അത് ഒപ്പിയെടുക്കുവാൻ ദൈവം ഇന്ന് പൽക്കാലം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് തൻ്റെ ജീവിതത്തിലെ 3 കാര്യമാണ് പറയുന്നത്. ദൈവം എല്ലാവർക്കും എങ്ങനെയാണ്? നല്ലവനാണ്. രണ്ടാമത് കാണുന്നത് ക്ഷമിക്കുന്നവനാണ്. മൂന്നാമത് കാണുന്നത് അവൻ ദയാലുവാണ്. ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ കൃപ കൊണ്ടല്ല, ദൈവം ദയാലുവായതുകൊണ്ടാണ്. നമ്മുടെ കുറ്റങ്ങൾ കുറവുകൾ പലതും കടന്നു വന്നാലും ഇന്നും നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് ദൈവം ദയയുള്ളവനാണ്. അതുമാത്രമല്ല അവൻ നല്ലവനാണ്, അവൻ ക്ഷമിക്കുന്നവനാണ്. ഇന്ന് പലക്കാലം അല്പ മിനിറ്റുകൾ നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ക്ഷമയെ പറ്റിയാണ്. പ്രൈസ് ദി ലോർഡ്. പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് ക്ഷമ.
ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നില്ല. പലതും നമ്മുടെ ഹൃദയത്തിൽ പഴയ കാര്യങ്ങളും പല ആൾക്കാരും ചെയ്ത കാര്യങ്ങൾ ദൈവമക്കളെന്ന് പേര് പറയുന്ന നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഹൃദയത്തിൽ ഇപ്പോഴും മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് ക്ഷമിക്കാത്ത കാര്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലകാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓർപ്പിക്കുന്നത് പലതും നമ്മൾ ക്ഷമിക്കണം, ഫൊർഗീവ് ചെയ്യുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് പറയുകയാണ്, ദൈവത്തിനുള്ള ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്ന ദൈവം ഒന്ന് നല്ലവനാണ്, അവന് ക്ഷമിക്കുന്നവനാണ്, ദയാലുവയാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന് പേര് പറയാൻ നമ്മൾ ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണം? ദൈവസന്നിധിയിൽ ക്ഷമിക്കുന്ന വ്യക്തി ജീവിതമായി തീരുവാനിടയായി തീരണം. സംഖ്യാപുസ്തകം 14 അധ്യായത്തിൻ്റെ 7 വാക്യം ഒന്ന് വായിച്ചേ. നമ്പേഴ്സ് 14:17. സംഖ്യാപുസ്തകം 14 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ നമ്മൾ കാണുവാനിടയായി തീരും ഹല്ലേലൂയ എങ്ങനെ ക്ഷമിക്കണമെന്ന്. ഇസ്രായേൽ മക്കളുടെ യഹോവ സംഖ്യാപുസ്തകം 14:17. ദീർഘക്ഷമയും മഹാദയമുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തെപ്പറ്റി സംഖ്യാപുസ്തകത്തിൽ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, എങ്ങനെയെന്നറിയാമോ? നമ്മുടെ ദയ എങ്ങനെയാണ്? ദൈവമുള്ള എങ്ങനെയുള്ളതെന്നറിയാമോ? ദീർഘമായി ക്ഷമിക്കുന്നവനാണ്. നമ്മൾ ക്ഷമിക്കും, ദീർഘമായി ക്ഷമിക്കത്തില്ല. അടുത്തലും നമ്മുടെ അടുത്ത് എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ എന്തെന്നറിയാമോ? എൻ്റെ ഹൃദയത്തിൽ നിന്ന് അത് പോകത്തില്ല. ആ വ്യക്തിയെ കാണുമ്പോൾ വീണ്ടും എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വരും. എന്നാൽ എൻ്റെ ദൈവം അപ്രകാരമുള്ളവനല്ല. ഞാൻ എന്ത് ചെയ്യും? തെറ്റും പാപം ചെയ്തിട്ട് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ദൈവം ഓർക്കത്തില്ല, നീ ഇന്ന തെറ്റ് ചെയ്തിട്ടല്ലയോ വന്നെന്ന് ഓർക്കത്തില്ല. ഇപ്പോൾ ഒരു അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസരിച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ മനസ്സിൽ അത് വിഷയങ്ങൾ നമ്മൾ കുമ്പസരിച്ച് പറഞ്ഞ പാപത്തിൻ്റെ വിഷയങ്ങൾ വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കിടക്കും. എന്നാൽ എൻ്റെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ച ജീവനുള്ള ഓഹരിക്കാരായി ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കടന്നു വന്നത്. ഹല്ലേലൂയ. ദൈവത്തെപ്പറ്റി സംഖ്യാപുസ്തകം പറയുന്നത് അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്. ദൈവമക്കൾക്ക് വേണ്ടിയ കാര്യമാണ് ദീർഘമായി ക്ഷമിക്കണം. ഹല്ലേലൂയ. ക്ഷമയുടെ ഓപ്പോസിറ്റാണ് കോപം എന്ന് പറയുന്നത്. പെട്ടെന്ന് കോപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ചില ക്ഷിപ്രകോപികളുണ്ട്. ദൈവത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തറിയാമോ? ദൈവം ആ കോപത്തെ മാറ്റി തരുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാത്തിനും മെഡിസിൻ ഉണ്ട്, മരുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്നിനും ഇല്ലാതില്ല. നമ്മൾ ദൈവത്തിൽ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ഹല്ലേലൂയ ഏതെങ്കിലും കുറവുകൾ കുറ്റങ്ങളുണ്ടെങ്കിൽ ആ ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഓരോന്നിനും വിടുതൽ നൽകുവാനിടയായി. തുടർന്ന് വായിക്കുന്ന ദൈവം ഒന്ന് ദീർഘക്ഷമയുള്ള ദൈവമാണ്. അടുത്തത് മഹാദയുള്ള ദൈവമാണ്. ദയയല്ല, അതിനകത്തൊരു മഹാ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി വന്ന് അവൻ്റെ ദയാൽ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാനിടയായി തീർന്നത്. അതുമാത്രമല്ല അകൃത്യങ്ങളും ലംഘനങ്ങളും ക്ഷമിക്കുന്നവന്. 1-2 നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ലംഘനങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, കള്ളമൊക്കെ ചെയ്ത് നമ്മൾ ക്ഷമിക്കും. വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ തനി സ്വഭാവം നമ്മൾ എടുക്കുവാനിടയായിത്തീരും. ഇന്ന് പല കാലം ദൈവമായ കർത്താവ് എന്താണ്? നമ്മുടെ അകൃത്യവും ലംഘനവും ക്ഷമിക്കുവാനിടയായി തീർന്നു. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവസ്ഥലിൽ കടന്നു വന്നിട്ട് അപ്പാ ഇന്ന കുറവുകൾ പറ്റി, ഇന്ന തെറ്റുകൾ പറ്റിയെന്ന് ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് അല്ലൊരു അപ്പൻ മക്കൾ അപ്പനടുത്ത് പറയുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായ കർത്താവ് എന്നറിയാമോ? അത് കേട്ട് ക്ഷമിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് താട്ടുള്ള വാക്കുകൾ വായിക്കുന്നത് തെറ്റുകൾ കുറവുകളുണ്ടെങ്കിൽ എന്നറിയാമോ? 4-ാമത്തെയും അടുത്ത തലമുറയൊക്കെ എന്ത് ചെയ്യുന്നറിയാം? 3-4 തലമുറയെ അവന് സന്ദർശിക്കുവാനിടയായി തീരും. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവമക്കളാന്ന് പേര് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ പോകാതെ തോന്നുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ സന്ദർശിക്കുന്നൊരു ദൈവമാണ്. അതുമാത്രമല്ല, നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല അടുത്ത 3-4 തലമുറ വരെ ദൈവം സന്ദർശിക്കുവാനിടയായി തീരും. ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത് മുഖാന്തരം എന്നറിയാമോ? മിസ്രൈമിൻ്റെ അടിമത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. അതുകൊണ്ട് മാതാപിതാക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപാകെ ഹല്ലേലൂയ ദൈവഭയമുള്ളവരായി ദൈവകൃപയിൽ അവരെ വളർത്തുവാനിടയായി തീരണം. ഇല്ല എങ്കിൽ എന്നറിയാമോ? നമ്മുടെ തലമുറകൾ പോലും പാപത്തിലേക്കും ദൈവിക ശാപത്തിലേക്കും കടന്നു പോകുവാനിടയായി തീരും. എന്നാൽ ദൈവത്തെ അറിയുന്ന തലമുറ എന്നറിയാമോ? 1000 തലമുറ വരെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദൈവം കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങൾ വിശുദ്ധിയോടെ ഈ ദൈവത്തിൻ്റെ വചനവുമായി ഇറങ്ങിത്തിരിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ നമ്മളെ മാത്രമല്ല അവൻ 1000 തലമുറ വരെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ യേശു കർത്താവ് പറയുവാനിടയായി തീർന്നു. ജനങ്ങളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന 6:12 നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. സ്തോത്രം. മത്തായി 6:12. മാത്യു 6:12.
യേശു ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും നമ്മുടെ കടങ്ങളെ ക്ഷമിക്കണമെന്ന് പറയും. നമുക്ക് ആരെങ്കിലും കടം ചെയ്ത് കഴിഞ്ഞാൽ എന്നറിയാമോ? ഹല്ലേലൂയ, ഈ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്, മറ്റവരുടെ കൊങ്ങായ്ക്ക് എന്നിട്ട് ഞെക്കി പിടിക്കുവാനിടയായി തീർന്നു. ദൈവമായ കർത്താവ് നമ്മുടെ എത്രയോ കടങ്ങളാണ് ക്ഷമിക്കുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപത്തിൻ്റെ കടം, ഹല്ലേലൂയ. രോഗങ്ങൾ കടന്നു വന്ന് പാപം ചെയ്ത് രോഗം മുഖാന്തരം പലത് കടന്നു വന്ന് ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ രോഗത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുവാനിടയായി തീർന്നു. ജോലിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം തക്ക സമയത്ത് ജോലി തന്നു, ഭവനം തന്നു, വാഹനം തന്നു, പലതും ദൈവം തന്ന് നമ്മുടെ കടങ്ങളെയൊക്കെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ നമുക്ക് ചെറിയ ചെറിയ കടക്കാരോട് നമ്മൾ ക്ഷമിക്കാതിരിക്കും. എന്നാൽ ഇവിടെ വായിക്കുന്നത് ഹല്ലേലൂയ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെയും ക്ഷമിക്കണമേ. അങ്ങനെയുള്ള മനസ്സ് നമുക്ക് വേണ്ടുവാനിടയായി തരണം. മത്തായി 6:14 കടന്നു വരാം. 6:14. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. അടുത്ത വാക്യം കൂടെ. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സിന് വേണ്ടി ഇന്ന് പൽക്കാലം എത്ര പേര് ദിവസത്തിൽ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ പിഴകളെ, നമ്മുടെ പാപങ്ങളെ, നമ്മുടെ കുറ്റങ്ങളെ ഒക്കെ ക്ഷമിച്ച് ഇത്രത്തോളം നമ്മളെ സ്നേഹിച്ച് കൊണ്ടു നടന്നു എങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ദൈവമക്കളാന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മുടെ ദേശത്ത് നമ്മൾ ഹല്ലേലൂയ ക്രിസ്തുവിനെ വായിച്ച് മനസ്സിലാക്കുന്ന പത്രങ്ങളെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവരുടെ ന്യൂസ് പേപ്പർ വായിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, ചുറ്റുപാട് ഇടങ്ങളിൽ, ഈ ബസ് സ്റ്റോപ്പിൽ, ദേശങ്ങളിൽ, എക്സിറ്റിൽ എവിടെ കടന്നുപോയാലും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനമുണ്ട്. അവനും പെന്തക്കോസുകാരാണ്. അവരിൽ നിന്ന് വരുന്ന സംസാരങ്ങളും പ്രവൃത്തികളും കാണുമ്പോൾ നമുക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ എങ്ങനെ ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കുവാൻ കഴിയും? അവരെങ്ങനെ ദൈവത്തിലേക്ക് അടുത്തു വരുവാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, കർത്താവേ എനിക്ക് ക്ഷമിക്കുവാനും പൊറുക്കുവാനുള്ള നല്ലൊരു മനസ്സ് എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് പറയുവാനിടയായിത്തീരണം. അവരുടെ വായിക്കാൻ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാലുണ്ടല്ലോ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവും നമ്മോട് ക്ഷമിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മൾ ക്ഷമിച്ചില്ല എങ്കിൽ നമ്മുടെ പിതാവ് നമ്മോട് ക്ഷമിക്കപ്പെടത്തില്ല. അതുകൊണ്ട് ആ വാക്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാനിടയായി തീരണം. ഹല്ലേലൂയ. ദൈവം ക്ഷമിക്കാത്ത ചില പാവങ്ങളെ പറ്റി കാണുന്നുണ്ട്. മത്തായി 12:31 വായിക്കാം. മാത്യു 12:31. മത്തായി 12:31. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. അടുത്ത വാക്യം കൂടെ. ആരെങ്കിലും മനുഷ്യപുത്രരുടെ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിൻ്റെ നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാം ക്ഷമിക്കുമെന്ന് പറഞ്ഞ് ഇരിക്കരുത്. ഇവിടെ വായിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നേരെ, ഹോളി സ്പിരിറ്റിന് നേരെ നമ്മൾ ദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പരിശുദ്ധാത്മാവ് സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിന് നേരെ എതിർത്ത് നിൽക്കുവാൻ പാടില്ല. എന്നാൽ ജാതീയമായൊരു വ്യക്തി എന്താണെന്ന്, ഹോളി സ്പിരിറ്റ് എന്താണെന്ന് അറിയാത്തൊരു വ്യക്തി കളിയാക്കി കഴിഞ്ഞാൽ അത്രയും കുഴപ്പമില്ല. എന്നാൽ അവനെ ദൈവത്തിലേക്ക് ദൈവം കൊണ്ടുവരും, അത് വേറൊരു കാര്യം. ഹല്ലേലൂയ, എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. എന്നാൽ ദൈവമക്കളെന്ന് പേര് പറയുന്നൊരു വ്യക്തി, ഹല്ലേലൂയ, എന്താണ് ആ പരിശുദ്ധാത്മാവ്, ദൈവിക ദാനം എന്നെന്ന് മനസ്സിലാക്കിയിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, എന്നറിയാമോ, ആത്മാവിന് നേരെ ദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവും യേശുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കും. 32 വാക്യം, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ, ഹല്ലേലൂയ, വരുവാനുള്ള ലോകത്തിൽ അവന് ക്ഷമ കിട്ടത്തില്ല, സ്വർഗത്തിൽ പോലും അവന് ക്ഷമ കിട്ടത്തില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. എത്ര ഭയത്തോട് വേണം ദൈവസ്ഥനിലേക്ക് അടുത്ത് വന്ന് ആ ഹല്ലേലൂയ ദൈവസ്ഥനിൽ ആയിരിക്കണം നമ്മൾ ക്ഷമിക്കുവാനിടയായി തീരണം. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ക്ഷമിക്കുവാനുള്ള മനസ്സ് തരണമേ, പല കാര്യങ്ങളും ഹല്ലേലൂയ സ്തോത്രം വിട്ട് കളയുവാൻ സഹായിക്കണമേ. മത്തായി സുവിശേഷം 18:35 നമുക്ക് കടന്നു നോക്കാം. മത്തായി 18:35, 18:35. സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഇവിടെ വായിക്കണം എങ്ങനെയാണ്? ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ. ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇന്ന് പൽക്കാല സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ലോക മനുഷ്യർക്ക് അതില്ല.
വൈരാഗ്യം, വിദ്വേഷമേ ഉള്ളൂ. എന്തുകൊണ്ട് കൊലയും ഹല്ലേലൂയ അക്രമവും പ്രശ്നമൊക്കെ നടക്കുന്നറിയാമോ? ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ വീട്ടിൽ പോയിട്ട് കത്തിയുമായിട്ട് വന്ന് മറ്റുള്ളവരെ കുത്തിക്കൊല്ലുവാനിടയായിത്തീരും. അവന് ക്ഷമിക്കുവാനുള്ള മനസ്സില്ല. എന്നാൽ ദൈവവേദന എന്നറിയാമോ? ദൈവം ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ്. അവൻ രക്ഷിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ദൈവസ്ഥനിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മുടെ ക്ഷമ എങ്ങനെ ആയിരിക്കണം? ഹൃദയപൂർവ്വമായിരിക്കണം. ഹല്ലേലൂയ 100% ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സിന് വേണ്ടി ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കണം. യേശു അത് കാണിച്ചു തരുമ്പോൾ മാതൃക കാണിച്ചു തന്നു. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ അവനെ അടിക്കുവാനിടയായി തീർന്നു. മുഖത്തിലെ രോമങ്ങൾ വലിച്ചു പറിക്കുവാനിടയായി തീർന്നു. യേശു ഇതൊക്കെ ക്ഷമിച്ചു. ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും. ഹല്ലേലൂയ. യേശുവിനെ സ്വർഗത്തിൽ ദൂതന്മാരുടെ അടുത്ത് കൽപ്പിച്ചാൽ മതിയായിരുന്നു. അനേക ദൂതന്മാർ ഒരു മിനിറ്റിൽ കടന്നു വന്ന് അവരെയൊക്കെ സംഗ്രഹിക്കുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ തന്നെ ഹല്ലേലൂയ അവരെന്ത് ചെയ്യുന്നറിയോ? പെട്ടെന്ന് പുറകോട്ട് വീഴുവാനിടയായി തീർന്നു. യേശു പറഞ്ഞു ഞാനെന്ന് പറഞ്ഞ് അവരടുക്കിലേക്ക് വീണ്ടും ചെല്ലുവാനിടയായി തീർന്നു. എന്തുകൊണ്ട് ഈ ക്ഷമയൊക്കെ കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിനുള്ള ഭാവം നമ്മളിൽ ഉണ്ടാകുവാനിടയായി തീരണം. ഇത് കേട്ട് ഒരു ചെവിയുടെ കേട്ട് മറ്റു ചെവിയുടെ പോകുവാനല്ല. ഈ വചനങ്ങൾ കേൾക്കുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. നിങ്ങൾ ഓരോ സഹോദരന്മാർ എങ്ങനെ ചെയ്യണം? ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനിടയായി തീരണം. എങ്കിൽ എന്ത് അറിയാമോ? സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ക്ഷമിച്ചില്ല എങ്കിൽ ദൈവവും ക്ഷമിക്കത്തില്ല. ഹല്ലേലൂയ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഈ വചനം വായിച്ചപ്പോൾ ദൈവത്തിന് ആത്മാവ് എന്നോട് പറയുവാനിടയായി തീർന്നത് നമ്മൾ പലതും ക്ഷമിക്കാതിരിക്കുന്നത് കൊണ്ടാണ് പല അനുഗ്രഹത്തിൻ്റെയും വാതിൽ നമുക്ക് തുറക്കാതിരിക്കുന്നത്. തടസ്സത്തിൻ്റെ കാരണം നമ്മൾ ക്ഷമിക്കാതിരിക്കുന്നുണ്ട്. 1. 2, നമ്മൾ ക്ഷമിക്കാതിരുന്നു കഴിഞ്ഞാൽ പല രോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീരും. അത് ഇരുന്നിട്ട് ക്ഷമിക്കാതിരുന്ന് പലതും നമ്മൾ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ കൂട്ടും. ആ വ്യക്തിയോട് ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ പറയണം. അത് രോഗമായി വെളിയിലേക്ക് കടന്നു വരും. ഒന്ന് ക്ഷമിച്ച് നോക്കിയേ, അതൊരു ഔഷധമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ക്ഷമിക്കാനുള്ളൊരു മനസ്സിന് വേണ്ടി ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നൽകുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരാൻ സമയം കടന്നു പോകുന്നല്ലോ. ഇവിടെ വായിക്കുവാനിടയായിത്തീരുന്ന കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോട് മഹാദയാലുവായ ദൈവമാണ്. ആ ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തത്. എൻ്റെ 13-ാമത്തെ വാക്യം വായിക്കാം. സങ്കീർത്തനം 56:13. നീ എൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ദാവീദ് ദൈവസ്ഥനിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, ദൈവമേ എന്നോടുള്ള ദയ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവമേ എന്നോടുള്ള ദയ എത്ര വലുതാണ്. ഞായറാഴ്ച കടന്നു വന്നപ്പോൾ ദൈവസ്ഥനിൽ നമുക്ക് പറയുവാനുള്ളത്, അപ്പാ എന്നോടുള്ള നിൻ്റെ ദയ. ഹല്ലേലൂയ. മറ്റാർക്കുമില്ലാത്തൊരു ദയ. ഹല്ലേലൂയ. മറ്റാരും കരുണ തോന്നാതിരുന്നപ്പോൾ കൃപയാൽ എന്നോട് ദയ തോന്നി അറിയിക്കാത്ത സ്ഥാനങ്ങൾ അർഹതയുള്ളവനാക്കി എന്നെ തീർത്ത് ഇത്രത്തോളം മാനിച്ച ദയക്കായി ഞായറാഴ്ച കടന്നു വന്നപ്പോൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നോടുള്ള നിൻ്റെ ദയ എത്ര വലുതാകുന്നത്. എന്താ അറിയാമോ? എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഞാനും ഹല്ലേലൂയ നമ്മുടെ ബന്ധക്കാരുടെ ചർച്ചക്കാരുടെ കൂട്ട് അല്ല പാപത്തിൽ മരിക്കേണ്ടത്, സിന്നിൽ അകപ്പെട്ട് പോകേണ്ടവനായിരുന്നു. എന്നാൽ ദൈവമായ കർത്താവ് ആ സ്വർഗത്തിൽ നിന്ന് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ പ്രാണനു വേണ്ടി അവൻ മരിക്കുവാനിടയായി തീർന്നത് ദാവീദ് ഓർത്തിട്ട് പറയുകയാണ്, ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. ഹല്ലേലൂയ. അതിൻ്റെ 16-17 നമുക്ക് വായിക്കാം. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. വായിക്കുന്നത് ഹല്ലേലൂയ, ദൈവമേ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണ തോന്നണമേ. അടുത്ത വായിക്കുന്നത് എനിക്ക് ശക്തി നൽകണമേ. ഇന്ന് പൽക്കാല ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് ഓരോ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഓരോ കാര്യങ്ങളും എൻ്റെ മുൻപിൽ കടന്നു വരുമ്പോൾ ദൈവമേ ആ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ പകരണമേ. ഓരോ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും തരണം ചെയ്യുവാൻ ഉള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 17 വായിക്കുന്നത് നിന്നെ പയക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ട നന്മയ്ക്കായി ഒരു അടയാളം. ഇന്ന് പൽക്കാലം നമ്മൾ പല അടയാളങ്ങളും പല കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ശത്രുക്കൾ നമ്മുടെ വിശ്വാസികളല്ല, ബന്ധക്കാരല്ല, ചർച്ചക്കാരല്ല. ശത്രുക്കൾ പിശാചാണ്. ശത്രുക്കൾ ഹല്ലേലൂയ. പിശാച് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഹല്ലേലൂയയുടെ അഗ്രഹക്കാരനായ ദാവീദ് പറയുകയാണ്, അവൻ്റെ മുൻപാകെ അവൻ്റെ ബന്ധക്കാർ, അവൻ്റെ സഹോദരന്മാർ, അവൻ്റെ ചർച്ചക്കാർ ഹല്ലേലൂയ അവൻ നശിച്ചു പോകാൻ ആഗ്രഹിച്ചു. അവൻ ഒന്നുമില്ലാത്തവനായി വനാന്തരത്തിലേക്ക് കടന്നുപോയി. എന്നാൽ ദൈവം അവനെന്തറിയാമോ? സഹോദരന്മാരുടെ മുൻപാകെ മാനിക്കും
ലഭിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നന്മയ്ക്കായി അടയാളം ദൈവം അവൻ ഒരുക്കുവാനിടയായി തീർന്നു. രാജസനിൽ അവനെ ആക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദാവീദിനെ എത്രത്തോളം അനുഗ്രഹിച്ചുവെങ്കിൽ ദൈവസ്ഥലായിരിക്കും ദൈവമക്കളെ ദൈവം എന്തുമാത്രം അനുഗ്രഹിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മളെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം. ഈ വചനം എത്ര പേര് ഏറ്റെടുത്ത് ഇന്ന് പൽക്കാലം പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴങ്ങളിലേക്ക് കൊണ്ടുവരുമെന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടുത്ത ആഴ്ചയിൽ അടുത്ത ദിവസങ്ങളിൽ ചില അടയാളങ്ങൾ, ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ചില ഹല്ലേലൂയ അടയാളങ്ങൾ നിങ്ങളുടെ മുൻപിൽ കാണുവാനിടയായിത്തീരും. സൈൻ ബോർഡ് നമ്മൾ കടന്നു പോകുന്ന പലയിടത്തും വെച്ചിട്ടുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുൻപിൽ ഒരു വളവായിരിക്കാം, ആക്സിഡൻ്റ് ആയിരിക്കാം. ആ സൈൻ ബോർഡ് കണ്ടിട്ട് അത് പ്രകാരം യാത്ര ചെയ്യുന്നുവെങ്കിൽ അപകടം എന്നുള്ള വിടുതൽ ലഭിക്കുവാനിടയായി തീരും. ഇന്ന് പൽക്കാല ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചാട്ട്, ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ട്, കണ്ണുകളെ അടച്ചാട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ നന്മയ്ക്കായ ഒരു അടയാളം. എന്തിനു വേണ്ടി? ശത്രുക്കൾ കണ്ട് ഹല്ലേലൂയ നിന്നെ പഴി പറയുന്ന ദൂഷിക്കുന്ന ചില ശത്രുക്കൾ നിന്റെ മുൻപാകെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്ന് പൽക്കാല ദൈവത്തോട് ആര് പ്രാർത്ഥിക്കും? കർത്താവേ നന്മയ്ക്കായ ഒരു അടയാളം. അടുത്ത ദിവസങ്ങളിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരേ അടയാളം എനിക്ക് വേണ്ടി കാണിച്ചു തരുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം അടയാളം എന്തിനു വേണ്ടി കാണിക്കുന്നറിയാമോ? നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്നെ ശക്തീകരിക്കുവാൻ, ക്രിസ്തീയ ജീവയാത്രയിൽ വരുന്ന പ്രയാസങ്ങളിലേക്ക്, പ്രതികൂലങ്ങളിൽ നിന്ന് മുന്നോട്ട് കൈപിടിച്ച് നടത്തുവാൻ. അത് നന്മയ്ക്ക് വേണ്ടിയാണ്, തിന്മയ്ക്കായിട്ടല്ല. പല അടയാളങ്ങളും അതിൽ തിന്മയ്ക്ക് വേണ്ടി പലരും ഒരുക്കി വെക്കുമ്പോൾ ദൈവം ഒരുക്കി വെക്കുന്ന അടയാളമുണ്ടല്ലോ, അത് നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ട് ഹല്ലേലൂയ. വഴികളെ തുറക്കുന്ന ദൈവമുണ്ട്, വാതിലെ തുറക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ നാൾ കരഞ്ഞ് പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് അടുത്ത ആഴ്ചയിൽ ചില നന്മകൾ, അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ ഈ മാസത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്ര പേര് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കും, ദൈവത്തോട് അടുത്ത് വന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ വഴികൾ, വാതിൽ നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും. ഇന്ന് പൽക്കാല കേൾക്കുവാനിടയായി തീർന്നത് ക്ഷമിക്കുവാനുള്ള മനസ്സ്. ഹല്ലേലൂയ. സാധാരണ ക്ഷമിക്കുവാനല്ല, ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ, പലതിനെ മറന്ന് ക്ഷമിക്കുവാൻ ഉള്ള മനസ്സിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കർത്താവേ അങ്ങുള്ള മനസ്സെനിക്ക് നൽകുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ദൈവം എന്നെ നിങ്ങളെയും വിളിച്ച് വേർതിരിക്കുവാൻ ഇടയായി തീർന്നത്. സാധാരണ മനുഷ്യരെ പോലെയല്ല, ഹല്ലേലൂയ, അസാധാരണമായ ഒരു വ്യക്തിയാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ദൈവം വഴികളെ, വാതിൽ നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ദൈവപ്രകാരം ക്ഷമിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകുമാറാകുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ദയ എത്ര വലുതാണപ്പാ. ഇന്ന് പൽക്കാലം ഓർക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അടുത്ത ആഴ്ചയിൽ, അടുത്ത മാസങ്ങളിൽ നന്മയ്ക്കായി ചില അടയാളങ്ങൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് കാണുവാനിടയാക്കണമേ. സ്വർഗത്തിൽ മഴവില്ല്, ആകാശത്തിൻ്റെ മേൽ ദൈവം അവരുടെ അടയാളമായി ഒരുക്കി വെച്ചതുപോലെ ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ നീതി അതാത് സമയങ്ങൾ വെളിപ്പെട്ട് വരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരിക്കൽ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവമായ കർത്താവ് വചനങ്ങളായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. തുടർന്നുള്ള സമയം സാക്ഷി